നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി മുഴക്കിയ പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. സാന്ദ്ര തോമസിന് നേരെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഭീഷണി യഥാർത്ഥത്തിൽ ഉണ്ടായതാണെന്ന് ഫെഫ്ക പറയുകയും ചെയ്തു. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സാന്ദ്രയെ തല്ലിക്കൊന്ന് കാട്ടിലെറിയും എന്ന ഭീഷണി ഓഡിയോ എത്തിയത്. അതേസമയം ഭീഷണിപ്പെടുത്തിയെന്ന് റെനി തന്നെ ഫെഫ്ക വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം പുറത്തു വന്നിരുന്നു. മദ്യലഹരിയിലാണ് റെനി ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടതെന്നും നേതൃത്വത്തിലുള്ള പലരെയും വിളിച്ച് ഇയാൾ അധിക്ഷേപിക്കാറുണ്ടെന്നും ഫെഫ്കയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഫെഫ്ക നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയ്ക്ക് വിധേയനാകുന്നുണ്ടെന്ന് അറിഞ്ഞെന്നും ഫെഫ്ക വ്യക്തമാക്കി. തനിക്കെതിരെയുണ്ടായ വധഭീഷണിയിൽ നടപടിയുണ്ടായില്ലെന്ന് ആരോപിച്ച് സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്തുള്ള ഫെഫ്കയുടെ നടപടി. ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള പലരെയും അസമയത്ത് താങ്കൾ വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത്തരം നിലപാടുകൾ ആവർത്തിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് റെനി ജോസഫിനെ അറിയിച്ചിരുന്നതായും ഫെഫ്ക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാന്ദ്ര തോമസിന്റെ കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഓഡിയോയാണ് പുറത്തു വന്നത്. നിന്റെ അപ്പനുണ്ടല്ലോ തോമസ്, ഈ തോമസിന്റെ മകളല്ലേ ഈ സാന്ദ്ര, കൂടുതൽ വിളഞ്ഞാൽ തല്ലിക്കൊന്ന് കാട്ടിൽ കളയും. പ്രൊഡക്ഷൻ കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറയാൻ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മിണ്ടാട്ടം മുട്ടി. ഇങ്ങനെയാണ് ഭീഷണി സന്ദേശം. റെനിക്ക് പുറമെ മുകേഷ്, തൃപ്പൂണിത്തുറ എന്നീ പ്രൊഡക്ഷൻ കൺട്രോളറും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഭീഷണി സന്ദേശം ഇങ്ങനെയാണ്: ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു. സാന്ദ്ര, നീ കൂടുതൽ വിളയേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ നീ ഒരു പെണ്ണല്ലേ എന്നും നീ കൂടുതൽ വിളഞ്ഞാൽ തല്ലിക്കൊന്ന് കാട്ടിൽ കളയുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൊഡക്ഷൻ കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറയാൻ നീ ആരാടിയെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മിണ്ടാട്ടം മുട്ടി. നിന്റെ അപ്പൻ തോമസിനെ എടുക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് സാന്ദ്ര തോമസ്. ഇവൾ വേദനിക്കണം. പ്രൊഡക്ഷൻ കൺട്രോളർമാരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അപ്പനെ എടുത്ത് തല്ലിക്കൊന്ന് ജയിലിലേക്ക് പോകും. ആരാ ഇവൾ? സാന്ദ്ര തോമസിന്റെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കും. എഴുതി ഒപ്പിട്ട് വെച്ചോ. ഇത്രേ പറയാനുള്ളൂ എന്നാണ് റെനി ജോസഫ് പറയുന്നത്. ഇവള് 2-3 സിനിമ ചെയ്ത് മൂലയ്ക്ക് കൂടി ഇരിക്കുന്നതാണല്ലോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബാൻ ചെയ്തപ്പോൾ അവരുടെ മാനസിക നില തെറ്റി. അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും കയറണമല്ലോ. അതിനാണ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തത്. നമ്മൾ തീരുമാനിക്കുക. സാന്ദ്ര തോമസ് എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ല. അവരുടെ പടം ആരും ചെയ്യേണ്ട. ഫെഫ്ക തീരുമാനം എടുക്കുക. ഒരു യൂണിയനിൽപ്പെട്ടയാളും വർക്ക് ചെയ്യരുത്. അതാണ് വേണ്ടത്. അവർ എവിടെയാണെന്ന് വെച്ചാൽ കിടന്ന് കുരയ്ക്കട്ടെ എന്നാണ് മുകേഷ് തൃപ്പൂണിത്തുറയുടെ ഓഡിയോ സന്ദേശം. അതേസമയം ഓഡിയോ സന്ദേശം അയച്ചവർക്ക് സിനിമയിൽ സ്വാധീനം ഉള്ളവരുടെ പിന്തുണയുണ്ടെന്ന് സാന്ദ്ര പറഞ്ഞു. 2 മാസമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകുന്നില്ല. വേദനാജനകമാണ് ഇതെല്ലാം. തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സാന്ദ്ര പ്രതികരിച്ചത്. സാന്ദ്ര തോമസിനെതിരെ നിയമ നടപടിയുമായി ഫെഫ്ക നേരത്തെ രംഗത്ത് വന്നിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഫെഫ്ക നിയമ നടപടി സ്വീകരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് മാനനഷ്ടത്തിന് കേസെടുക്കാൻ ആവശ്യപ്പെട്ട് എറണാകുളം സബ് കോടതിയിൽ പരാതി നൽകിയത്.